+2 മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മളിന്ന് പുതിയൊരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. വെക്റ്റർ ആൾജിബ്ര എന്നാണ് ഹെഡിങ്. നിങ്ങൾക്ക് പരിചയമുള്ള ഫിസിക്സിൽ കുറേ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അതേ കാര്യത്തിനെ തന്നെ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസുകൾ വരുന്നത്, അതിൻ്റെ ഡെഫിനിഷനിൽ വരുന്ന വ്യത്യാസം എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. വെക്റ്റർ ആൾജിബ്ര എന്ന് പറയുന്ന കാര്യം നമ്മൾ 3 ഡയമെൻഷണൽ പ്ലെയിനിൻ്റെ മുകളിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ 2 ആക്സിസ് അല്ല അവിടെ വരുന്നത്, 3 ആക്സിസുകൾ വരുന്ന പ്ലെയിനിലാണ് നമ്മൾ വെക്റ്റർ ആൾജിബ്ര എന്ന് പറയുന്ന കാര്യം നമ്മൾ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ചാപ്റ്റർ 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ പല കാര്യങ്ങളും നമുക്ക് അവിടേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ശരിക്കും ഈ ഒരു ചാപ്റ്ററാണ് 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള ആശയങ്ങൾ കയറി വരുന്നത്. ഇതിലാദ്യം നമുക്ക് പഠിക്കുവാനുള്ളത് സം ബേസിക് കൺസെപ്റ്റ്സ്. ഒരു വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ക്വാണ്ടിറ്റീസുകളെയാണ് വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുക. എക്സാമ്പിൾസുകൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ്, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി എന്നീ കാര്യങ്ങളൊക്കെ. സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ് സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഒരാളുടെ ഹൈറ്റ് നമ്മൾ മെഷർ ചെയ്യാണ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ കാര്യത്തിലേക്കാണ് വരുന്നത്. ഇതിനു വേണ്ടി ശരിക്കും ഒരു എക്സാമ്പിളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഒരു ഫുട്ബോൾ പ്ലെയർ എന്ന് പറയുന്നത് മറ്റൊരു ഫുട്ബോൾ പ്ലെയറിന് പാസ് നൽകുകയാണ് എന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങളെ പറ്റി ആ പാസ് നൽകുന്ന ആൾക്ക് ധാരണ ഉണ്ടായിരിക്കണം. ഒന്ന്, എത്ര ഡിസ്റ്റൻസിലാണോ മറ്റേ കളിക്കാരൻ നിൽക്കുന്നത് എന്നുള്ളതും ഏത് ഡയറക്ഷനിലാണോ നിൽക്കുന്നത് എന്നുള്ളതും കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ അവിടെ ഇങ്ങനെ ശരിക്കും എന്ത് വരുന്നുണ്ട്, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന ആശയവും കയറി വരുന്നുണ്ട്, അതുപോലെ ഡയറക്ഷൻ എന്ന് പറഞ്ഞ ആശയവും കയറി വരുന്നുണ്ട്. അതാണ് അവിടെ ഇങ്ങനെ ഒരു വെക്ടറിൻ്റെ ഒരു ആശയത്തിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി തുടക്കത്തിൽ പറഞ്ഞു വരുന്നൊരു കാര്യം. നമ്മൾക്കെല്ലാം സുപരിചിതമായൊരു കാര്യം കൂടിയാണ് പറഞ്ഞു വരുന്നത്. എന്തായാലും വെക്ടർ ക്വാണ്ടിറ്റിനെ കുറിച്ചും അതുമാതിരി സ്കെയിലർ ക്വാണ്ടിറ്റിയെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. നമ്മൾ വെക്ടർ എന്ന് പറയുന്ന ആശയം മാത്തമാറ്റിക്സിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നതിനെ പറ്റിയാണ് സം ബേസിക് കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞ ആശയത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു 3 ഡയമെൻഷൻ പ്ലെയിൻ എന്ന് പറയുന്ന ആശയമുണ്ട്. അതിൽ നമ്മൾ ലൈനുകൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈനുകൾക്ക് നമുക്ക് 2 രീതിയിൽ ഡയറക്ഷൻ കൊടുക്കാം. ബോർഡിൽ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫിഗറിലേക്ക് പോകുമ്പോൾ അപ്വാർഡ് ഡയറക്ഷൻ കൊടുക്കാം, അതുമാതിരി ഡൗൺവാർഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ ആശയം കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഹൊറിസോണ്ടലും വെർട്ടിക്കലായിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ ഹൊറിസോണ്ടൽ ആണെങ്കിൽ റൈറ്റിലേക്ക് ഡയറക്ഷൻ കൊടുക്കാം, വെർട്ടിക്കലായിട്ടാണെങ്കിൽ താഴേക്ക് എന്ത് ചെയ്യാം, ഡയറക്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ മുകളിലേക്ക്. എന്തായാലും 3 ഡയമെൻഷനിൽ വരുന്ന ഒരു ലൈനിന് 2 രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു ലൈനിൻ്റെ മുകളിൽ ഡയറക്ഷൻ എന്ന് പറയുന്ന ആശയം ഉണ്ടെങ്കിൽ അതിനെ ഡയറക്റ്റഡ് ലൈൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 2 ഫിഗറും എന്ത് തന്നെയാണ്, 2 ലൈനുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. 2 ലൈനിൻ്റെ മുകളിലും ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അത് എന്താണ്, ഡയറക്റ്റഡ് ലൈനാണ്. ഇനി 3ാമത്തെ ഫിഗറിലേക്ക് പോകുമ്പോൾ ആ ഡയറക്റ്റഡ് ലൈൻ, അതായത് അതിൻ്റെ മുകളിൽ ഡയറക്ഷൻ ഉണ്ട്, അതുകൊണ്ട് അത് ഡയറക്റ്റഡ് ലൈനാണ്. ആ ഡയറക്റ്റഡ് ലൈനിനെ ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്യാണ്. എ എന്ന് പറഞ്ഞ പോയിന്റ് കൊടുത്തിട്ടും ബി എന്ന് പറഞ്ഞ പോയിന്റ് കൊടുത്തിട്ടും റെസ്ട്രിക്റ്റ് ചെയ്യാണ്. അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ നമ്മൾക്ക് ഒരു ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞ ആശയം ഉണ്ടാകുന്നുണ്ട്. ഏതാണ് ആ ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞ ആശയം വരിക, എ മുതൽ ബി വരെ കൃത്യമായൊരു അകലുണ്ടായിരിക്കും. എയിൽ നിന്ന് ബിയിലേക്ക് എന്ന് പറഞ്ഞൊരു ഡയറക്ഷൻ കൂടി അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. എ ബി എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻ്റ് ആണ്. ഈ ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറയുന്ന ആശയം തന്നെയാണ് എന്തായിട്ട് വരുന്നത്, എ ബി എന്ന് പറഞ്ഞ വെക്ടറായിട്ട് വരുന്നത്. എ ബി എന്ന് പറയുന്ന ഒരു വെക്ടറാണ്, അതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടായിരിക്കണം. എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് മാഗ്നിറ്റ്യൂഡ് വരിക. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എയിൽ നിന്ന് ബിയിലേക്കാണ്, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എ ബി എന്ന് പറഞ്ഞ വെക്ടർ പറയാം. ഇത് നേരെ തിരിച്ചിട്ടാണ് പറയുന്നതെങ്കിലോ ബി എ എന്ന് പറഞ്ഞ വെക്ടർ പറയാം. എന്തായാലും ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാം, എ ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റ് ഈസ് കാൾഡ് എ വെക്ടർ. അപ്പോൾ മാത്തമാറ്റിക്സിലേക്ക് പോകുമ്പോൾ വെക്ടറിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡയറക്റ്റഡ് ലൈൻ സെഗ്മെൻറ്റിനെയാണ് നമ്മൾ വെക്ടർ എന്ന് പറഞ്ഞ കാര്യം പറയുന്നത്. ആ വെക്ടർ എന്ന് പറഞ്ഞ കാര്യത്തിനെ ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ഇതിനെ നമ്മൾ റീഡ് ചെയ്യുന്നത് വെക്ടർ എ ബി എന്ന് പറഞ്ഞാണ് റീഡ് ചെയ്യുക. ഇതിനെ ഒന്നും കൂടി സിമ്പിളായിട്ട് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനെ വെക്ടർ എ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. ഈ വെക്ടർ എ ബി എന്ന് പറയുന്നതിൽ ഒരു വെക്ടർ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പോയിന്റിനെ നമ്മൾ ഇനീഷ്യൽ പോയിന്റ് എന്നാണ് പറയുക. എൻഡ് ചെയ്യുന്നത് ഏത് പോയിന്റിലാണോ ആ പോയിന്റിനെ നമ്മൾ ടെർമിനൽ പോയിന്റ് എന്നാണ് പറയുക. അപ്പോൾ ഏത് വെക്ടർ എടുത്തു കഴിഞ്ഞാലും അതിന് ഇനീഷ്യൽ പോയിന്റും ഉണ്ടാവും, അതുപോലെ തന്നെ എന്തുണ്ടാവും, ടെർമിനൽ പോയിന്റും ഉണ്ടായിരിക്കും. ആ 2 ഡെഫിനിഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു വെക്ടർ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഇനീഷ്യൽ പോയിന്റ് ആണ്, എവിടെയാണോ ചെന്നത് അവസാനിക്കുന്നത് അതെന്താണത്, ടെർമിനൽ പോയിന്റ് എന്ന് പറയുന്ന ആശയമാണ്.
ഇനീഷ്യൽ പോയിന്റിൽ നിന്നും ടെർമിനൽ പോയിന്റിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് വെക്ടർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ എ ബി വെക്ടർ എടുക്കുന്നതെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വരുന്നത്. പി ക്യു എന്ന് പറഞ്ഞ വെക്ടർ ആണെങ്കിൽ പിയിൽ നിന്ന് ക്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഒ എ എന്ന് പറഞ്ഞ വെക്ടർ ആണെങ്കിൽ ഒയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ടെർമിനൽ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്തായിട്ട് വരുന്നത്, മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. എ ബി എന്ന് പറഞ്ഞ വെക്ടർ ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് നമ്മൾ എഴുതുക. ഈ ഒരു സിമ്പിൾ നമുക്ക് സുപരിചിതമായ കാര്യമാണ്, നമ്മൾ മോഡുലസ് എന്ന് പറഞ്ഞാണ് പറയുക. പക്ഷെ ഇവിടെ എങ്ങനെ റീഡ് ചെയ്യാൻ പാടുള്ളൂ, മാഗ്നിറ്റ്യൂഡ് എ ബി എന്ന് പറഞ്ഞാണ് വായിക്കാൻ വേണ്ടി പാടുള്ളൂ. ഇനി ഇങ്ങനെയാണ് എ വെക്ടർ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് എ വെക്ടർ എന്ന് പറഞ്ഞാൽ എഴുതാം. ഒന്നുകൂടി ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞ് എടുക്കാൻ വേണ്ടി പറ്റും. ഇത്രയും കാര്യങ്ങളാണ് സം ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ 3 ഡയമെൻഷന് മുകളിലാണ് വെക്ടേഴ്സുകൾ എടുക്കുക എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 3 ഡയമെൻഷൻ എന്ന് പറഞ്ഞ ആശയത്തിൽ 3 ആക്സിസുകൾ ഒന്ന് എടുക്കുകയാണ്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്. നമ്മൾ ഈ പ്ലെയിനിൻ്റെ മുകളിൽ ജനറൽ ആയിട്ട് ഒരു പോയിന്റ് പി എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യാണ്. അതിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ആശയമാണെന്ന് എടുക്കുക. ഈ പി എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ഓയിൽ നിന്ന് പിയിലേക്ക് വരയ്ക്കുന്ന അല്ലെങ്കിൽ പി എന്ന് പറഞ്ഞ പോയിന്റിനെ ഒറിജിനിലേക്ക് മീറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ കിട്ടുന്ന വെക്ടറിനെയാണ് ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുക. അപ്പോൾ പിനെ ഓയിലേക്ക് മീറ്റ് ചെയ്യിപ്പിക്കുന്നതായതുകൊണ്ട് ഒ പി എന്ന് പറയുന്ന വെക്ടറാണ് നമുക്ക് അവിടെ പറയുന്നത്. ആ വെക്ടറിനെയാണ് എന്ത് പറയുക, പൊസിഷൻ വെക്ടർ ഓഫ് പി എന്ന് പറഞ്ഞ ആശയം പറയുന്നത്. ഈ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നതിനെ നമുക്ക് ഷോർട്ട് ഫോം ആക്കിയിട്ട് ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ജിയോമെട്രിക്കലായിട്ട് അതിൻ്റെ ഐഡിയ എന്താണ്, ഇത് ഒ എന്ന് പറഞ്ഞ പോയിന്റ് ആണെങ്കിൽ ഓയിൽ നിന്ന് പിയിലേക്കുള്ള ഈ ഒരു വെക്ടറിനെയാണ് എന്ത് പറയുന്നത്, പൊസിഷൻ വെക്ടർ ഓഫ് പി എന്ന് പറയുന്ന ആശയം പറയുന്നത്. അപ്പോൾ ആ വെക്ടറിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, വെക്ടർ ഒ പി എന്ന് പറഞ്ഞ കാര്യം എഴുതാൻ വേണ്ടി പറ്റും. ഇപ്പോൾ തന്നെ നിങ്ങൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ചൊന്ന് ചിന്തിക്കുക. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഓയിൽ നിന്ന് പിയിലേക്കുള്ള അകലമാണ്. ഒ എന്ന് പറഞ്ഞാൽ ഒറിജിനാണ്. ഒറിജിൻ എന്ന് പറയുന്നതിൻ്റെ കോർഡിനേറ്റ്സ് 0 0 0. പി എന്ന് പറയുന്ന പോയിന്റ് എക്സ് വൈ സെഡ് ആണ് അതിൻ്റെ കോർഡിനേറ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ 3 ഡയമെൻഷനിൽ നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല പഠിച്ചിട്ടുണ്ട്. ആ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഒ പി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ഇതേപോലെ ഒരു 3 ഡയമെൻഷൻ പ്ലെയിൻ എന്ന് പറഞ്ഞ ആശയത്തിൽ നമ്മൾ ആക്സിസുകളൊന്ന് വരയ്ക്കുന്നു, എക്സ് വൈ ഇസഡ്. ഞാൻ 3 പോയിന്റുകൾ ഇവിടെ കൺസിഡർ ചെയ്യാണ്. ഇത് എ എന്ന് പറഞ്ഞ പോയിന്റ്, ബി എന്ന് പറഞ്ഞ പോയിന്റ്, സി എന്ന് പറഞ്ഞ പോയിന്റ്. ഇതിൻ്റെ എല്ലാം പൊസിഷൻ വെക്ടർ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒറിജിൻ എന്ന് പറഞ്ഞ ഒന്ന് അടയാളപ്പെടുത്തിയാൽ എയിൽ നിന്ന് ഒറിജിനിലേക്ക് മീറ്റ് ചെയ്യിക്കുക. ഈ വെക്ടറിനെ നമുക്ക് എ വെക്ടറായിട്ട് എടുക്കാം. അതുമാതിരി ഒയിൽ നിന്ന് ബിയിലേക്ക് മീറ്റ് ചെയ്യിക്കുക. ഈ വെക്ടറിനെ നമുക്ക് ബി വെക്ടറായിട്ട് പറയാം. ഒറിജിനിൽ നിന്ന് സിയിലേക്ക് മീറ്റ് ചെയ്യിക്കുക, അതിനെ സി വെക്ടർ എന്ന് പറഞ്ഞ ആശയമായിട്ട് പറയാം. അതായത് എ ബി സി എന്ന് പറയുന്ന ഈ വെക്ടേഴ്സുകളാണ് ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി എന്ന് പറഞ്ഞ പോയിന്റുകളുടെ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞ ആശയം വരുന്നത്. അപ്പോൾ ഏത് പോയിന്റിൻ്റെയും പൊസിഷൻ വെക്ടർ വരയ്ക്കണമെങ്കിൽ അതിനെ ഒറിജിനിലേക്ക് മീറ്റ് ചെയ്യിപ്പിച്ചാൽ മതി. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വരുന്നത്. ഇത്രയുമാണ് അവിടെ മനസ്സിലാക്കാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. മാഗ്നിറ്റ്യൂഡ് ഒ പി എന്ന് പറയുന്ന കാര്യം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആണെന്ന് പറഞ്ഞിരുന്നു. ഈ ഒ പി എന്ന് പറഞ്ഞ വെക്ടറിനെ നമ്മൾ ആർ വെക്ടർ എന്ന് പറഞ്ഞാണ് സാധാരണയായി ഡിനോട്ട് ചെയ്യാറുള്ളത്. പൊസിഷൻ വെക്ടർ ഓഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ വെക്ടർ ആണ് പറയാറുള്ളത്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ് വരിക, മാഗ്നിറ്റ്യൂഡ് ആർ വെക്ടർ ആണ് വരിക, വിച്ച് ഇസ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞ ആശയം പറയാം. അപ്പോൾ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിനു തുല്യമാണ്, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞ ആശയത്തിന് തുല്യമാണ്. ഇത് മുൻപിലേക്ക് പോകുമ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് തന്നെ ഇതൊന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നത്. അടുത്ത ടോപ്പിക് ഒന്ന് ശ്രദ്ധിക്കുക. ഡയറക്ഷൻ കൊസൈൻസ് എന്നാണ് ടോപ്പിക്കിൻ്റെ ഹെഡിങ് എങ്കിലും ഇവിടെ 3 ഡെഫിനിഷൻസ് നമ്മൾ പറയും. ഡയറക്ഷൻ ആംഗിൾ പറയും, ഡയറക്ഷൻ കൊസൈൻ പറയും, ഡയറക്ഷൻ റേഷ്യോ പറയും. അപ്പോൾ ആദ്യം ഈ ഡയറക്ഷൻ റേഷ്യോയും കൊസൈൻ്റെ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്നത് 3 ഡയമെൻഷൻ പ്ലെയിനിൽ ഒരു പോയിന്റ് എടുക്കുക എന്നുള്ള അർത്ഥത്തിൽ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, 3 ഡയമെൻഷൻ്റെ ആക്സിസുകൾ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ജനറൽ പോയിന്റ് എടുത്തിട്ടുണ്ട്, കോർഡിനേറ്റ്സ് എക്സ് വൈ സെഡ് ആണെന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ട്. കൂടാതെ ആ പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടർ കൂടി ഞാൻ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഏത് വെക്ടറാണ് വരിക, ഒ പി എന്ന് പറയുന്ന വെക്ടറാണ് അതിൻ്റെ പൊസിഷൻ വെക്ടർ വരിക. ഈ ഒ പി എന്ന് പറയുന്ന വെക്ടറിന് വെക്ടർ ആർ എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്, ആർ എന്ന് പറയുന്ന കാര്യമാണ് തൊട്ട് മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഈ ഒരു ഒ പി എന്ന് പറയുന്ന വെക്ടർ വരയ്ക്കുമ്പോൾ അത് ഓരോ ആക്സിസുമായിട്ട് ഓരോ ആംഗിളുകൾ ഫോം ചെയ്യും. എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിൾ ആൽഫ എന്ന് പറഞ്ഞെടുക്കുന്നു,
വൈ ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റ എന്ന് പറഞ്ഞെടുക്കുന്നു. ഇസഡ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ഗാമ എന്ന് പറഞ്ഞെടുക്കുന്നു. ഈ കാണുന്ന 3 ആംഗിൾസുകളാണ് ഡയറക്ഷൻ ആംഗിൾസ് എന്ന് പറയുന്നത്. ഈ ആംഗിൾസുകളെല്ലാം ഒ പി എന്ന് പറയുന്ന വെക്റ്റർ ഓരോ ആക്സിസുമായി ഉണ്ടാക്കുന്ന പോസിറ്റീവ് ആംഗിളുകളാണ്. അപ്പോൾ ആൽഫ, ബീറ്റ, ഗാമ എന്ന് പറയുന്നത് എന്താണ്? ഡയറക്ഷൻ ആംഗിൾസ് ആണ്. ഇതിൻ്റെയൊക്കെ കറസ്പോണ്ടിങ് കൊസൈൻ വാല്യൂസ് ആണ് ആ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്ന ആശയമായി വരുന്നത്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എൽ കോമ എം കോമ എൻ എന്ന് പറഞ്ഞാണ് ഡിനോട്ട് ചെയ്യുക. ഈ ആൽഫ, ബീറ്റ, ഗാമ എന്ന് പറയുന്നതിൻ്റെ കൊസൈൻ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരിക? കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എൽ എന്ന് പറയുന്നത് കോസ് ആൽഫയാണെന്ന് പറയാം, എം എന്ന് പറയുന്നത് കോസ് ബീറ്റയാണെന്ന് പറയാം, എൻ എന്ന് പറയുന്നത് കോസ് ഗാമയാണെന്ന് പറയാം. ഇത് ശരിക്കും ഒരു ഫോർമുല പോലെ തന്നെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. എൽ ഈക്വൽ ടു കോസ് ആൽഫ, എം എസ് ഈക്വൽ ടു കോസ് ബീറ്റ, എൻ എസ് ഈക്വൽ ടു കോസ് ഗാമ. ഈ ഒരു ആശയമാണ് ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. പിന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. ആ മറ്റൊരു പ്രത്യേകത പറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫിഗറിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിക്കൊണ്ട്, അതായത് കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ആശയത്തിൻ്റെ ലോജിക്കിൽ നിന്നുകൊണ്ട് നമ്മൾക്കൊരു റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്ന ആശയത്തിലേക്ക് ട്രയാങ്കിൾ ഒ എ പി എന്ന് പറയുന്ന ഒരു ആശയമൊക്കെ കണ്ടെത്താൻ വേണ്ടി പറ്റും. അവിടെ നിന്ന് നമ്മൾ കോസാൽഫ എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കുന്ന സമയത്ത് എക്സ് ബൈ ആർ എന്ന് പറയുന്ന ആശയമാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്ന് കോസ് ബീറ്റ കണ്ടുപിടിച്ചാൽ കിട്ടുന്നത് വൈ ബൈ ആർ ആണ്. കോസ് ഗാമ എന്ന് പറഞ്ഞ കാര്യം കണ്ടുപിടിക്കുന്ന സമയത്ത് ഇസഡ് ബൈ ആർ എന്ന് പറയുന്ന കാര്യമാണ്. അതിന് ഇനിയും ഫിഗറുകൾ കൂടുതൽ വരയ്ക്കേണ്ടതുണ്ട്. നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഈ ഒരു കാര്യം വരുന്നില്ല, അതുകൊണ്ട് ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വീണ്ടും അതിൽ ബാക്കി കാര്യങ്ങൾ ഇവിടെ വരച്ച് വീണ്ടും പറയാൻ വേണ്ടി നിൽക്കുന്നില്ല. എന്തായാലും ഇതിനെ നമ്മൾ കോർഡിനേറ്റ്സിൻ്റെ ഡെഫിനിഷൻ പ്രകാരം നമ്മൾ ഇതിലെ ഫിഗർ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ ഒ എ പി എന്ന് പറയുന്ന ഒരു കാര്യം കിട്ടും. ആ ഒ എ പിയിൽ കോസാൽഫ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടും. അതുപോലെ ട്രയാങ്കിൾ ഒ ബി പി കണ്ടെത്താം. അതൊക്കെ റൈറ്റ് ട്രയാങ്കിൾസ് ആണ് വരിക. ട്രയാങ്കിൾ ഒ ബി പിയിൽ നിന്ന് കോസ് ബീറ്റ കണ്ടുപിടിക്കാം, അത് വൈ ബൈ ആർ ആണ്. അതുമാതിരി തന്നെ ട്രയാങ്കിൾ ഒ സി പി എന്ന് പറയുന്നതിൽ നിന്ന് കോസ് ഗാമ ഇസഡ് ബൈ ആർ ആണെന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റും. ഈ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് ആൽഫയ്ക്ക് പകരമാണ് എക്സ് ബൈ ആർ എന്ന് പറഞ്ഞ ആശയം ഇപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നത്. ഇനി ഞാനിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ എന്ന് പറയുന്ന ആശയം ഒന്ന് കണ്ടുപിടിക്കുകയാണ്. എൽ എന്ന് പറയുന്നത് കോസ് ആൽഫയാണ്. എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ വരിക? കോസ് സ്ക്വയർ ആൽഫ പ്ലസ് അടുത്തത് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ. ഇത് കോസ് ആൽഫ എഴുതുന്നതിന് പകരം എക്സ് ബൈ ആർ എഴുതാം. അപ്പോൾ അവിടെ എന്ത് വരും? എക്സ് സ്ക്വയർ ബൈ ആർ സ്ക്വയർ പ്ലസ് കോസ് ബീറ്റ എന്ന് പറയുന്നതിന് പകരം വൈ ബൈ ആർ എടുക്കാം. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ വൈ സ്ക്വയർ ബൈ ആർ സ്ക്വയർ വരും. ഇസഡ് സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞ ആശയം വരുന്നു. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഇതിനെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം കണ്ടെത്താൻ പറ്റും. എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഡയറക്ഷൻ കൊസൈൻസുകൾ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്താണ്? 1 ആണ് ആൻസർ കിട്ടുക. അതൊരു ജനറൽ ആശയമാണ്. അതെങ്ങനെ കണ്ടെത്തി എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വരുന്നത്? ആർ സ്ക്വയർ ആണ്. ആർ ആണ് എന്ന് പറഞ്ഞ് ഇതിന് തൊട്ട് മുമ്പത്തെ സെക്ഷനിൽ മാഗ്നിറ്റ്യൂഡ് ഒ പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അത് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആണ്. ആർ സ്ക്വയർ ആകുമ്പോൾ റൂട്ട് നഷ്ടപ്പെടും. അപ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതിനെ ആർ സ്ക്വയർ എഴുതാം. താഴെയും ആർ സ്ക്വയർ ആണ്. കട്ട് ചെയ്ത് പോകുമ്പോൾ 1 എന്ന് പറഞ്ഞ ആൻസർ എത്തുന്നു. ഒരു വെക്റ്ററിന്റെ ഡയറക്ഷൻ കൊസൈൻസുകൾ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി മറ്റൊരു കാര്യം നമുക്ക് ഇവിടെ നിന്ന് സൂചിപ്പിക്കാനുള്ളത് ഡയറക്ഷൻ ആംഗിൾസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഇവിടെ മാത്രം ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം പറയാൻ വേണ്ടി പറ്റും. എക്സ് എന്ന് പറയുന്ന കാര്യം ആർ കോസ് ആൽഫയാണ്. വൈ എന്ന് പറയുന്നത് ആർ കോസ് ബീറ്റയാണ്. ഇസഡ് എന്ന് പറയുന്നത് ആർ കോസ് ഗാമയാണ് വരുന്നത്. ഇത് കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ എന്ന് പറയുന്നത് എൽ എം എൻ എന്ന് പറയുന്ന ആശയമാണ് നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നമുക്കതിനെ മറ്റൊരു രീതിയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് മറ്റൊരു കാര്യം കാണാൻ വേണ്ടി പറ്റും. കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമയ്ക്ക് പകരം എൽ എം എൻ എന്ന് പറഞ്ഞ ആശയം നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഇങ്ങനെ എഴുതാം. എക്സ് ഇസ് ഈക്വൽ ടു എൽ ആർ, വൈ ഇസ് ഈക്വൽ ടു എം ആർ, ഇസഡ് ഇസ് ഈക്വൽ ടു എൻ ആർ. ഈ ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത്, ആർ എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് ആണ്, അതൊരു കോൺസ്റ്റന്റ് ആണ് വരിക. ഒരു കോൺസ്റ്റന്റ് കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആശയമാണ് ഇവിടെ വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കിതിനെ മറ്റൊരു രീതിയിൽ പറയാം. എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് എൽ എം എൻ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയാം.
അപ്പോൾ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്ന ആശയവുമായിട്ട് പ്രൊപ്പോർഷൻ ആയിട്ട് നിൽക്കുന്ന 3 നമ്പറുകളാണ് ഈ പറയുന്ന LR, MR, NR എന്ന് പറഞ്ഞ കാര്യങ്ങൾ കയറി വരുന്നത്. അതിനെ നമ്മൾ സാധാരണയായി ഡിനോട്ട് ചെയ്യാറുള്ളത് A, B, C എന്ന് പറഞ്ഞാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ 3 പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഡയറക്ഷൻ ആംഗിൾസ്, ഡയറക്ഷൻ കൊസൈൻസ്, ഡയറക്ഷൻ റേഷ്യോസ്. ഡയറക്ഷൻ ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ P എന്ന് പറയുന്ന ഒരു ജനറൽ പോയിന്റ് ഒറിജിനുമായി മീറ്റ് ചെയ്യിക്കുമ്പോൾ അതിൻ്റെ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞ ആശയം കണ്ടെത്താൻ പറ്റുന്നു. ആ പൊസിഷൻ വെക്ടർ ഓരോ ആക്സിസുമായി ഉണ്ടാക്കുന്ന പോസിറ്റീവ് ആംഗിൾസുകളാണ് ആൽഫ, ബീറ്റ, ഗാമ. അതിനെയാണ് ഡയറക്ഷൻ ആംഗിൾസ് എന്ന് പറയുന്നത്. ഡയറക്ഷൻ ആംഗിൾസിൻ്റെ കൊസൈൻ വാല്യൂസ് ആണ് ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറഞ്ഞ ആശയം വരുന്നത്. കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ. അതിനെ L, M, N എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നു. കൂടാതെ നമ്മൾക്ക് അവിടെ നിന്നും പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം കോസ് ആൽഫ എന്ന് പറയുന്നത് X/R ആണ്, കോസ് ബീറ്റ Y/R ആണ്, കോസ് ഗാമ എന്ന് പറയുന്നത് Z/R ആണ്. അവിടെ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം കൂടി കണ്ടെത്താൻ പറ്റി. L² + M² + N² എന്ന് പറയുന്നത് 1 ആണെന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റി. കൂടാതെ LR, MR, NR എന്ന് പറയുന്നത് XYZ ഈക്വൽ ആണെന്നുള്ള ആശയത്തിലേക്ക് എത്തി. അതായത് ഡയറക്ഷൻ കൊസൈൻസുമായി പ്രൊപ്പോർഷണൽ ആകുന്ന നമ്പേഴ്സുകൾ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി. അവിടെ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം കൂടി പറയാൻ വേണ്ടി പറ്റി. ഇങ്ങനെ ഡയറക്ഷൻ കൊസൈൻസുമായി പ്രൊപ്പോർഷണൽ ആയിട്ട് നിൽക്കുന്ന ആ നമ്പേഴ്സുകളെയാണ് നമ്മൾ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്ന ആശയം പറഞ്ഞു വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞ ആശയമാണ്. ജസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻസ് എന്ന് അറിഞ്ഞിരിക്കുക മാത്രമേ വേണ്ടുള്ളൂ. നിങ്ങൾക്കത് പരിചയമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒന്നാമത് പറയുന്നത് സീറോ വെക്ടർ. ഒരു വെക്ടറിൻ്റെ ഇനീഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിൽ അത്തരം വെക്ടറുകളെയാണ് നമ്മൾ സീറോ വെക്ടർ എന്ന് പറഞ്ഞ ആശയം പറയുന്നത്. അടുത്തത് യൂണിറ്റ് വെക്ടർ. ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ് വരുന്നതെങ്കിൽ അത്തരം വെക്ടേഴ്സുകളെ നമ്മൾ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞ ആശയം പറയുന്നു. അവിടെ ഡയറക്ഷൻ നമ്മൾ പ്രത്യേകം സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. മാഗ്നിറ്റ്യൂഡ് 1 യൂണിറ്റ് ആണെങ്കിൽ അതെന്താണ്? അത് യൂണിറ്റ് വെക്ടറാണ്. കോ ഇനീഷ്യൽ വെക്ടേഴ്സ്. ഇനീഷ്യൽ പോയിന്റുകൾ സെയിം ആയിട്ട് നിലനിൽക്കുന്ന വെക്ടേഴ്സുകളെയാണ് കോ ഇനീഷ്യൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞ ആശയം വരുന്നത്. കൊളീനിയർ വെക്ടേഴ്സ്. പാരലൽ കണ്ടീഷൻ നിലനിൽക്കുന്ന വെക്ടേഴ്സുകളെയാണ് നമ്മൾ കൊളീനിയർ വെക്ടേഴ്സ് എന്ന് പറയുന്ന ആശയം പറഞ്ഞു വരുന്നത്. ഈക്വൽ വെക്ടേഴ്സ്. 2 വെക്ടേഴ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആയിട്ട് നിൽക്കുന്ന വെക്ടേഴ്സുകളെയാണ് ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയുന്ന ആശയം പറയുന്നത്. ഈ കൊളീനിയർ വെക്ടർ എന്ന് പറയുമ്പോൾ പാരലൽ കണ്ടീഷൻ മാത്രം മതി. അവിടെ ഡയറക്ഷൻ എന്ന് പറയുന്ന കാര്യം ഒരു പ്രശ്നമായ കാര്യമല്ല. അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡും ഒരു പ്രശ്നമായ കാര്യമല്ല. പാരലൽ കണ്ടീഷൻ നിലനിൽക്കുന്ന വെക്ടേഴ്സുകളാണെങ്കിൽ അത് കൊളീനിയർ വെക്ടേഴ്സ് ആണ്. പക്ഷേ ഈക്വൽ വെക്ടർ ആവണമെങ്കിൽ മാഗ്നിറ്റ്യൂഡും സെയിം ആയിരിക്കണം, അതുപോലെ തന്നെ ഡയറക്ഷനും സെയിം ആയിരിക്കണം. ലാസ്റ്റ് പറയുന്നത് നെഗറ്റീവ് ഓഫ് എ വെക്ടർ. ഒരു വെക്ടറിൻ്റെ നെഗറ്റീവ് വെക്ടർ എന്ന് പറയുന്ന കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, പക്ഷേ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അത്തരം വെക്ടേഴ്സുകളെയാണ് നമ്മൾ നെഗറ്റീവ് ഓഫ് എ വെക്ടർ എന്ന് പറയുക. കാര്യത്രേ ആലോചിക്കാനുള്ളൂ. AB എന്ന് പറയുന്ന വെക്ടറിന്റെ നെഗറ്റീവ് വെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -AB എന്ന് പറയുന്ന ആശയമാണ് വരിക. പക്ഷെ അവിടെ ഡയറക്ഷൻ മാത്രം വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഇങ്ങനെയും പറയാം, BA വെക്ടർ എന്ന് പറഞ്ഞ ആശയം പറയാം. അടുത്ത നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 10.4 അഡീഷൻ ഓഫ് വെക്ടേഴ്സ്. 2 വെക്ടേഴ്സുകൾ തമ്മിലുള്ള അഡീഷൻ എന്ന് പറയുന്ന കാര്യമാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. ഈ അഡീഷൻ എന്ന് പറയുന്ന ആശയത്തിലേക്ക് പോകുന്നതിന് മുൻപേ നമ്മൾക്ക് AB എന്ന് പറയുന്ന വെക്ടർ ശരിക്ക് മീൻ ചെയ്യുന്നത് എന്താണ്? എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് വെക്ടർ AB എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടർ AC-നെ ഡിനോട്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാം. അതുമാതിരി എയിൽ നിന്ന് ബിയിലേക്കുള്ളതാണെങ്കിൽ വെക്ടർ AB ആണ്, ബിയിൽ നിന്ന് സിയിലേക്കുള്ളതാണെങ്കിൽ വെക്ടർ BC ആണ്. ഈ കാര്യങ്ങൾ നമുക്കറിയാം. എയിൽ നിന്ന് സിയിലേക്ക് നമ്മൾ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഒന്ന് എയിൽ നിന്ന് നേരെ ഡയറക്റ്റ് ആയിട്ട് എവിടേക്ക് പോവാം? സി എന്ന് പറഞ്ഞതിലേക്ക് പോവാം. അപ്പോൾ അവിടെ എന്ത് വരും? AC എന്ന് പറഞ്ഞ വെക്ടർ, എയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ്, അത് വെക്ടർ AC എന്ന് പറഞ്ഞ കാര്യമാണ്. ഇതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം എയിൽ നിന്ന് ബിയിലേക്ക് പോവാം, അതിനുശേഷം ബിയിൽ നിന്ന് എവിടേക്ക് പോവാം? സിയിലേക്ക് പോവാം. അപ്പോഴും നമ്മൾക്ക് കിട്ടുന്ന കാര്യം എന്താണ്? എയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ബിയിലേക്ക് എത്തി, അവിടെ നിന്ന് വീണ്ടും സിയിലേക്ക് എത്തി. അതായത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എയിൽ നിന്ന് തുടങ്ങി സിയിലാണ് അവസാനിച്ചിരിക്കുന്നത്. അതും എന്ത് തന്നെയാണ്? AC എന്ന് പറയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അത് എഴുതുന്നത് എങ്ങനെയാണ്? വെക്ടർ AB പ്ലസ് വെക്ടർ BC എന്ന് പറഞ്ഞിട്ടാണ്. ലെഫ്റ്റ് സൈഡ് നമ്മൾ പറഞ്ഞത് എയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ്, അത് AC എന്ന് പറഞ്ഞ വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി AB പ്ലസ് BC ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് എന്താ? എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ബിയിലേക്ക് എത്തി, അവിടെ നിന്ന് പിന്നെ സിയിലേക്ക് എത്തി. അതായത് എയിൽ നിന്ന് സിയിലേക്ക് തന്നെ എത്തി. അപ്പോൾ ആ ഒരു കാര്യത്തിനെ നമുക്ക് എങ്ങനെ എഴുതാം? എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ AB, ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ BC. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്ത് വരുന്നു? എയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് വരുന്നു. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് ശരിക്കും എന്താണ്? വെക്ടർ AC ഈക്വൽ ടു വെക്ടർ AB പ്ലസ് വെക്ടർ BC.
ഇതിലെ ഓരോ കാര്യവും എ ബി ബി സി എ സി എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ 3 സൈഡുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കണ്ടീഷനെ നമുക്ക് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറഞ്ഞ ആശയം പറയാൻ വേണ്ടി പറ്റുന്നു. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഇനി ജനറൽ ഐഡിയയിൽ 2 വെക്ടേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വെക്ടർ എന്ന് പറയുന്നത് എ വെക്ടർ ആയിട്ട് ഞാനിവിടെ എടുക്കുകയാണ്. മറ്റൊരു വെക്ടർ ബി എന്ന് പറയുന്ന ഒരു വെക്ടർ. നമുക്ക് വേണ്ടത് എ വെക്ടറും ബി വെക്ടറും തമ്മിൽ ആഡ് ചെയ്യണം. ജനറലായിട്ട് ഒരു വെക്ടറിനെ മറ്റൊരു വെക്ടർ കൊണ്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വെക്ടറിൻ്റെ ടെർമിനൽ പോയിന്റും രണ്ടാമത്തെ വെക്ടറിൻ്റെ ഇനീഷ്യൽ പോയിന്റും തമ്മിൽ കോയിൻസൈഡ് ചെയ്യിപ്പിക്കണം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വെക്ടറുകൾ തമ്മിലുള്ള അഡീഷൻ എന്ന് പറഞ്ഞ കാര്യം ചെയ്യേണ്ടത്. അതിനെ നമ്മളൊന്ന് കണക്ട് ചെയ്യുമ്പോൾ വെക്ടർ എ എന്ന് പറഞ്ഞ കാര്യം അതുപോലെ എടുത്തു. വെക്ടർ ബി എന്ന് പറയുന്നതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് ടെർമിനൽ പോയിന്റുമായി കോയിൻസൈഡ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഈ പോയിന്റ് ഇവിടെ കോയിൻസൈഡ് ചെയ്യിപ്പിക്കണം. മറ്റേ പോയിന്റാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്, ബി എന്ന് പറഞ്ഞ കാര്യമാണ് വരുന്നത്. തൊട്ട് മുകളിൽ പറഞ്ഞ ട്രയാങ്കിൾ ലോന്റെ ആശയപ്രകാരം അപ്പോൾ എന്തായിരിക്കും, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ന് പറഞ്ഞ കാര്യത്തായിരിക്കും. അതുപോലെ തന്നെ നമ്മളത് പറഞ്ഞത് എന്താണ്, ഒരു വെക്ടർ മറ്റൊരു വെക്ടറും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വെക്ടറിന്റെ ടെർമിനൽ പോയിന്റ് എന്ന് പറയുന്നത് മറ്റേ വെക്ടറിന്റെ ഇനീഷ്യൽ പോയിന്റുമായി കോയിൻസൈഡ് ചെയ്യിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. അതിപ്പോൾ ഈ ഒരു രീതിയിലല്ലാതെ മറ്റൊരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കോയിൻസൈഡ് ചെയ്യിപ്പിക്കാം. എ എന്ന് പറയുന്ന വെക്ടർ ഞാൻ എടുത്തു, ബി എന്ന് പറയുന്നതിനെ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് നേരെ തിരിച്ച് താഴെ കൊണ്ടുവന്നിട്ട് വെക്കുകയാണ്. ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പോൾ ബി വെക്ടർ എന്ന് പറയുന്നത് എന്ത് വെക്ടറായിട്ട് മാറി, മൈനസ് ബി എന്ന് പറഞ്ഞ വെക്ടറായിട്ട് മാറി. കാരണം എന്താ, ഇവിടെ ഡയറക്ഷൻ മുകളിലേക്കാണെങ്കിൽ ഇവിടെ ഡയറക്ഷൻ താഴേക്കാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ പ്രകാരം എന്താണ്, ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് വെക്ടർ എ പ്ലസ് മൈനസ് ബി. അതായത് ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം, വെക്ടർ എ മൈനസ് വെക്ടർ ബി എന്ന് പറഞ്ഞ ആശയം പറയാം. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. 2 വെക്ടറുകളുടെ അഡീഷനും അതുമാതിരി തന്നെ 2 വെക്ടറുകളുടെ സബ്ട്രാക്ഷനും നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ട്രയാങ്കിളിൻ്റെ സൈഡുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വെക്ടേഴ്സുകളെ ഒരു ഓർഡറിലാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് കിട്ടുന്നത് 0 വെക്ടർ ആയിരിക്കും. എങ്ങനെയാണ് അത് വരിക എന്നുള്ള കാര്യം ഒന്ന് നോക്കുക നിങ്ങൾ. എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ, അതിലെ എ ബി എന്ന് പറയുന്ന വെക്ടർ, ബി സി എന്ന് പറയുന്ന വെക്ടർ, സി എ എന്ന് പറയുന്ന വെക്ടർ, ഇതെല്ലാം ആഡ് ചെയ്യാണ്. അപ്പോൾ വെക്ടർ എ ബി പ്ലസ് വെക്ടർ ബി സി പ്ലസ് വെക്ടർ സി എ, ഇത് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ബിയിലേക്ക് എത്തി, പിന്നെ സിയിലേക്ക് എത്തി, വീണ്ടും എയിലേക്ക് തന്നെ എത്തി. അപ്പോൾ അത് ഏത് വെക്ടറിന് തുല്യമാണ്, എ എന്ന് പറയുന്ന വെക്ടറിന് തുല്യമാണ്. ഇനീഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും കോയിൻസൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എന്താണ്, 0 വെക്ടറാണ്. അപ്പോൾ ട്രയാങ്കിൾ എന്ന് പറയുന്നതിൻ്റെ സൈഡുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വെക്ടേഴ്സുകൾ ഒരു ഓർഡറിൽ ആഡ് ചെയ്താൽ കിട്ടുന്നത് എപ്പോഴും എന്തായിരിക്കും, 0 വെക്ടർ എന്ന് പറയുന്ന ആശയമായിരിക്കും. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയുന്ന കാര്യമാണ്. അത് പറയുന്നതിന് വേണ്ടിയിട്ട് ഒരു പാരലോഗ്രാം എ ബി സി ഡി എന്ന് പറയുന്ന ആശയം ഞാനിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിലെ എ ബി എന്ന് പറയുന്ന സൈഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വെക്ടർ വെക്ടർ എ ആണ്. ബി സി എന്ന് പറയുന്ന വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വെക്ടർ വെക്ടർ ബി എന്ന് പറയുന്ന ആശയമാണ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വെക്ടേഴ്സ് എ വെക്ടറും ബി വെക്ടറും ആണെന്ന് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡയഗണൽ എന്ന് പറയുന്ന കാര്യം റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ന് പറയുന്ന ആശയമായിരിക്കും. അപ്പോൾ ഏത് പാരലോഗ്രാം എടുത്ത് നോക്കിയാലും അഡ്ജസൻറ്റ് സൈഡുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വെക്ടേഴ്സ് എ വെക്ടറും ബി വെക്ടറും ആണെങ്കിൽ അതിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് ആ അഡ്ജസൻറ്റ് സൈഡുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വെക്ടേഴ്സുകളുടെ സം ആയിരിക്കും. ഈ ഒരു കാര്യത്തിനെയാണ് നമ്മൾ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയുന്ന ആശയം പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം, എയിൽ നിന്ന് സിയിലേക്കുള്ള ഈ ഒരു കാര്യമാണ് എന്തായിട്ട് വരുന്നത്, വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ന് പറയുന്നത്. എ സി എന്ന് പറയുന്നത് ഡയഗണലാണ്. ആ ഡയഗണൽ എന്താണ്, അതിൻ്റെ സമ്മിനെ സൂചിപ്പിക്കുന്നു. അടുത്തായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് വെക്ടർ അഡീഷൻ ആണ്. 2 കാര്യങ്ങളാണ് അതിൽ പറയാനുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഫോർ എനി 2 വെക്ടേഴ്സ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി, എയും ബിയും ഏത് 2 വെക്ടേഴ്സുകളാണെങ്കിലും വെക്ടർ എ പ്ലസ് വെക്ടർ ബി ചെയ്താലും വെക്ടർ ബി പ്ലസ് വെക്ടർ എ ചെയ്താലും ഒരേ കാര്യമായിരിക്കും. ഇതിന് നമ്മൾ പ്രത്യേക ഒരു പേര് കൊടുക്കുന്നുണ്ട്, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ആശയമാണ്. ചിലപ്പോൾ ഇത് തെളിയിക്കാൻ വേണ്ടി നമുക്ക് ചോദ്യം വരാറുണ്ട്. അപ്പോൾ അത് തെളിയിക്കുന്ന ഒരു ആശയമാണ് തൊട്ടടുത്തായിട്ട് നമ്മൾ പറയുന്നത്. അതിനുവേണ്ടി ഒരു പാരലോഗ്രാം എ ബി സി ഡി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്യാം. എ ബി സി ഡി പാരലോഗ്രാം എ ബി സി ഡി കൺസിഡർ ചെയ്തതിനോടൊപ്പം തന്നെ എ ബി എന്ന് പറയുന്ന സൈഡ് വെക്ടർ എ ആയിട്ടും ബി സി എന്ന് പറയുന്ന സൈഡ് വെക്ടർ ബി ആയിട്ടും എടുക്കുക. ഇനി നമ്മൾ ട്രയാങ്കിൾ ലോ എന്ന് പറയുന്ന കാര്യം, ട്രയാങ്കിൾ
എ സി ബി എന്ന് പറയുന്നതിൽ അപ്ലൈ ചെയ്യാണ്. അതായത് ഈ ഒരു കാര്യം ഡയഗണൽ വരയ്ക്കുന്ന സമയത്ത് ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ അതിൽ എ സി ബി എന്ന് പറയുന്നതിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ട്രയാങ്കിളോ അപ്ലൈ ചെയ്യാണ്. ട്രയാങ്കിൾ എ സി ബിയിൽ ട്രയാങ്കിളോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താ, വെക്റ്റർ എ ബി പ്ലസ് വെക്റ്റർ ബി സി ഈക്വൽ ടു വെക്റ്റർ എ സി. പാരലോഗ്രാം ലോ ആലോചിച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ ട്രയാങ്കിൾ ലോ എന്ന് പറയുന്ന ആശയത്തിലൂടെ നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ വെക്റ്റർ എ ബി എന്ന് പറയുന്നത് എ വെക്ടർ ആണ്, വെക്ടർ ബി സി എന്ന് പറയുന്നത് വെക്ടർ ബി ആണ്. ഇത് എന്തിന് തുല്യമാണ്, വെക്ടർ എ സിക്ക് തുല്യമാണ്. ഒന്നാമത്തെ ഇക്വേഷൻ ആയി. ഇനി പാരലോഗ്രാം ആണ് നമ്മൾ കൺസിഡർ ചെയ്തത് എന്നുള്ളത് കൊണ്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും, പാരലൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എ ബിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ് ഡി സി. അപ്പോൾ ഡി സി എന്ന് പറയുന്നത് എ വെക്ടർ ആയിരിക്കും. അതുപോലെ ബി സി എന്ന് പറയുന്നത് ബി വെക്ടർ ആണെങ്കിൽ എ ഡി എന്ന് പറയുന്നത് ബി വെക്ടർ ആയിരിക്കും. ഇനി നമ്മൾ ട്രയാങ്കിൾ എ ഡി സി എന്ന് പറയുന്നതിൽ ട്രയാങ്കിൾ അപ്ലൈ ചെയ്യാണ്. ട്രയാങ്കിൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന കാര്യം എന്താണ്, വെക്റ്റർ എ ഡി പ്ലസ് വെക്റ്റർ ഡി സി ഈക്വൽ ടു വെക്റ്റർ എ സി. വെക്റ്റർ എ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വെക്റ്റർ ബി ആണ്. പ്ലസ് വെക്റ്റർ ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്റ്റർ എ ആണ്, ഈക്വൽ ടു വെക്റ്റർ എ സി. ഇക്വേഷൻ നമ്പർ 2. 1ഉം 2ഉം ഇക്വേഷൻ പ്രകാരം രണ്ടും നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് എ സി എന്ന് പറയുന്ന വെക്ടറാണ്. അങ്ങനെയാണെങ്കിൽ 1ഉം 2ഉം ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാം, വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി ഈക്വൽ ടു വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ എ. രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് ഫോർ എനി 3 വെക്ടേഴ്സ് വെക്റ്റർ എ വെക്റ്റർ ബി ആൻഡ് വെക്റ്റർ സി ദെൻ വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി പ്ലസ് സി ഈക്വൽ ടു വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ സി. അതായത് ഇതൊരു പ്രത്യേക പ്രോപ്പർട്ടിയാണ്. ഇത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വെക്റ്റർ അഡീഷൻ എന്ന് പറയുന്നതിൻ്റെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി തെളിയിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പ്രൂഫാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിൻ്റെ പ്രൂഫിലേക്ക് പോകുമ്പോൾ 1-2 വർഷങ്ങളിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. അഥവാ കയറി വരികയാണെങ്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ പ്രൂഫ് എന്ന് പറയുകയാണ്. പ്രൂഫ് എന്ന് പറയുന്ന കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന ആശയം നമ്മൾ സെലക്ട് ചെയ്യാം. ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് പി ക്യു ആർ എസ് എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുകയാണ്. ഇതിലെ ഓരോ സൈഡുകളെയും റെപ്രസെന്റ് ചെയ്യുന്നത് ആദ്യത്തേത് വെക്റ്റർ എ, അടുത്തത് വെക്റ്റർ ബി, അടുത്തത് വെക്റ്റർ സി. ഇവിടെ നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ, അതായത് ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് പറയുന്നതിൽ ട്രയാങ്കിൾ ലോ അപ്ലൈ ചെയ്യാണ്. പി ക്യു ആർ ട്രയാങ്കിൾ ലോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യം എന്താണ്, വെക്റ്റർ പി ക്യു പ്ലസ് വെക്റ്റർ ക്യു ആർ ഈക്വൽ ടു വെക്റ്റർ പി ആർ. പി ക്യു പ്ലസ് ക്യു ആർ, പി ക്യു എന്ന് പറഞ്ഞ വെക്ടർ ശരിക്കും എന്താണ്, എ വെക്ടർ ആണ്. ക്യു ആർ എന്ന് പറയുന്നത് ബി വെക്ടർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു വെക്റ്റർ പി ആർ. ഇനി നമ്മൾ താഴത്തെ ട്രയാങ്കിൾ എടുക്കുകയാണ്, അതായത് ട്രയാങ്കിൾ പി ആർ എസ് എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുക്കുകയാണ്. അവിടെ വീണ്ടും ട്രയാങ്കിൾ അപ്ലൈ ചെയ്യാണ്. ട്രയാങ്കിൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് കിട്ടുന്നത് വെക്റ്റർ പി ആർ പ്ലസ് വെക്റ്റർ ആർ എസ് ഈക്വൽ ടു വെക്റ്റർ പി എസ്. അതായത് ഈ വെക്ടറും ഈ വെക്ടറും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെക്ടർ കിട്ടുന്നു. പി ആർ എന്ന് പറയുന്ന വെക്ടർ തൊട്ട് മുകളിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി പ്ലസ് ആർ എസ് എന്ന് പറയുന്നത് എന്താണ്, വെക്ടർ സി ഈക്വൽ ടു വെക്ടർ പി എസ്. ഒന്നാമത്തെ ഇക്വേഷൻ. അപ്പോൾ തൊട്ട് മുമ്പേ നമുക്ക് കിട്ടിയിരിക്കുന്നത് ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് പി എസ് എന്ന് പറഞ്ഞ വെക്ടറിന് തുല്യമാണെന്നാണ് കിട്ടിയത്. ഇനി നമ്മൾ അടുത്ത പാർട്ട് പറയുന്നതിന് വേണ്ടി റൈറ്റ് സൈഡ് എന്ന് പറയുന്ന കാര്യം പറയുന്നതിന് വേണ്ടിയിട്ട് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന ആശയം തന്നെ എടുക്കുന്നു. അതിലെ ഈ ഒരു ട്രയാങ്കിളിന്റെ മുകളിൽ നമ്മൾ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ അപ്ലൈ ആണ്. അതായത് ട്രയാങ്കിൾ ക്യു ആർ എസ് എന്ന് പറയുന്നതിന് മുകളിൽ ട്രയാങ്കിൾ അപ്ലൈ ആണ്. ട്രയാങ്കിൾ അപ്ലൈ ചെയ്യുമ്പോൾ വെക്റ്റർ ക്യു ആർ പ്ലസ് വെക്റ്റർ ആർ എസ് ഈക്വൽ ടു വെക്റ്റർ ക്യു എസ്. ഇതിൽ വെക്റ്റർ ക്യു ആർ എന്ന് പറയുന്നത് വെക്റ്റർ ബി ആണ്, ആർ എസ് എന്ന് പറയുന്നത് വെക്റ്റർ സി ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ക്യു എസ്. അടുത്തത് ഈ ട്രയാങ്കിളിന്റെ മുകളിൽ നമ്മൾ ട്രയാങ്കിൾ അപ്ലൈ ചെയ്യുന്നു. അതായത് ട്രയാങ്കിൾ പി ക്യു എസിന്റെ മുകളിലാണ് അപ്ലൈ ചെയ്യുന്നത്. ട്രയാങ്കിൾ പി ക്യു എസിന്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വെക്റ്റർ പി ക്യു പ്ലസ് വെക്റ്റർ ക്യു എസ്, അതായത് ഈ ഒരു വെക്ടറും ഈ ഒരു വെക്ടറും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വെക്ടർ കിട്ടുന്നു. അതായത് പി ക്യു പ്ലസ് ക്യു എസ് എന്ന് പറയുന്നത് എന്തിനു തുല്യമായിരിക്കും, പി എസ് എന്ന് പറഞ്ഞ വെക്ടറിന് തുല്യമായിരിക്കും. ഇതിലെ പി ക്യു എന്ന് പറയുന്നത് എ വെക്ടർ ആണ്, പ്ലസ് ക്യു എസ് എന്ന് പറയുന്നത് തൊട്ട് മുകളിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് വെക്റ്റർ ബി പ്ലസ് വെക്ടർ സി ആണ്, ഈക്വൽ ടു വെക്ടർ പി എസ്. ഇക്വേഷൻ നമ്പർ 2. 1ഉം 2ഉം ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാം, വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി പ്ലസ് സി ഈക്വൽ ടു വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ സി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് പറയാം. ഇങ്ങനെയാണ് അതിൻ്റെ പ്രൂഫ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അടുത്ത നമുക്കൊരു റിമാർക്കാണ് പറയാനുള്ളത്.
എ വെക്ടർ പ്ലസ് സീറോ വെക്ടർ ഈക്വൽ ടു സീറോ വെക്ടർ പ്ലസ് എ വെക്ടർ ഈക്വൽ ടു എ വെക്ടർ. ഈ ഒരു കണ്ടീഷൻ നമുക്ക് തൊട്ട് മുകളിൽ പറഞ്ഞ ആശയത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഇത് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുന്ന ആശയത്തിലാണ് നിൽക്കുന്നത്. സീറോ വെക്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും എന്തിനെ വരിക, എ വെക്ടർ തന്നെയാണ് വരിക, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൽ സീറോ വെക്ടർ എന്ന് പറയുന്നതിനെ വെക്ടർ അഡീഷന്റെ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്ന ആശയമാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെക്കുക. അതിന് വേണ്ടി ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നു എന്ന് മാത്രം. അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ള സെക്ഷൻ ഫോക്കസ് ഏരിയയിൽ വരുന്നതാണ് 10.5 ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്ടർ ബൈ എ സ്കെയിലാർ. ഒരു വെക്ടറിനെ ഒരു സ്കെയിലാർ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഈ സെക്ഷനിൽ പഠിക്കുവാനുള്ളത്. നമ്മൾ ഡെഫിനിഷൻ പറയുമ്പോൾ സ്കെയിലാർ എന്ന് പറയുന്നത് ലാംഡ എന്ന് പറയുന്ന ആശയം എടുക്കുക. വെക്ടർ എന്ന് പറയുന്നതിനെ എ വെക്ടർ എന്ന് പറയുന്ന കാര്യം എടുക്കുക. നമുക്ക് ഈ സ്കെയിലാർ കൊണ്ട് ഈ ഒരു വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് അത് വേറൊരു വെക്ടറാണ്. ആ വെക്ടറിനെ ഡിനോട്ട് ചെയ്യുന്നത് ലാംഡ എ എന്ന് പറഞ്ഞാണ് ഡിനോട്ട് ചെയ്യുക. അത് എ എന്ന് പറയുന്നതിൻ്റെ അതേ ഡയറക്ഷനിലോ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോ ആണ് ഉണ്ടായിരിക്കുക. എ വെക്ടർ എന്താണോ എടുത്തിരിക്കുന്നത് അതിന് കൊളീനിയർ ആകുന്ന രീതിയിലാണ് ലാംഡ എ എന്ന് പറഞ്ഞ വെക്ടർ ഉണ്ടായിരിക്കുക. കൊളീനിയർ എന്ന് പറഞ്ഞാൽ പാരലൽ കണ്ടീഷൻ നിലനിൽക്കുക. ഓക്കെ, ഇനി എക്സാമ്പിളിൻ്റെ കാര്യത്തിലേക്ക് ഒന്ന് പോയാൽ ഒന്നുകൂടി നിങ്ങൾക്ക് അതിൽ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു എ വെക്ടർ എന്ന് പറയുന്ന ഒരു കാര്യം എടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത് 1/2 എ വെക്ടർ. 1/2 എ വെക്ടർ എന്ന് പറഞ്ഞ ആശയം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ലാംഡ എന്ന് പറഞ്ഞ പൊസിഷനിൽ എന്ത് കൊടുത്താൽ മതി, 1/2 കൊടുക്കുക. 1/2 കൊടുക്കുമ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്, മാഗ്നിറ്റ്യൂഡിലാണ് വ്യത്യാസം വരുന്നത്. അതുപോലെ അടുത്തേക്ക് പോകുമ്പോൾ 2a വെക്ടർ, അവിടെ ലാംഡ 2 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എ വെക്ടറിന്റെ ഡിസ്റ്റൻസ് ഒരു യൂണിറ്റ് ആണ് വരുന്നതെങ്കിൽ 2a എന്ന് പറഞ്ഞാൽ എത്ര വരും, 2 യൂണിറ്റ് ആണ് കയറി വരിക. അതുപോലെ അടുത്ത വെക്ടറിലേക്ക് പോകുമ്പോൾ -1/2 എ വെക്ടർ. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/2 ആണ്. മൈനസ് വരാനുള്ള കാരണം എന്താണ്, ഇതിന്റെ ഡയറക്ഷൻ മുകളിലേക്കാണെങ്കിൽ ഇതിന്റെ ഡയറക്ഷൻ താഴേക്കാണ്. 2a വെക്ടർ നോക്കുക, നിങ്ങൾ -2a വെക്ടർ നോക്കുക, എന്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ഡയറക്ഷനിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ലാംഡയുടെ വാല്യൂ 1 ആണ്, ഇവിടെ ലാംഡ 1/2 ആണ്, ഇവിടെ ഇങ്ങനെ ലാംഡ 2 ആണ്, ഇവിടെ ലാംഡ -1/2 ആണ്, ഇവിടെ ലാംഡ -2 ആണ്. പക്ഷെ ഇതിന്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ലാംഡ എന്ന് പറയുന്നത് 1 തന്നെയാണ് വരിക, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന ആശയം 1 തന്നെയാണ് വരിക. അതുമാതിരി തന്നെ 1/2 എ വെക്ടർ എന്ന് പറയുന്നതിന്റെ മാഗ്നിറ്റ്യൂഡ് 1/2 ആണ് വരിക. 2a എന്ന് പറയുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 2 തന്നെയാണ് വരിക. -1/2 എ വെക്ടർ എന്ന് പറയുന്നതിന്റെ മാഗ്നിറ്റ്യൂഡ് 1/2 ആണ് വരിക. അപ്പോൾ നമ്മൾ ശരിക്കും അവിടെ ലാംഡ എന്ന് പറയുന്നതിന്റെ എന്ത് ആലോചിക്കേണ്ടി വരും, മോഡുലസ് കേസ് ആലോചിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ലാംഡ എ എന്ന് പറയുന്ന വെക്ടറിനെ, ഈ വെക്ടർ എങ്ങനെ ഉണ്ടാക്കിയത്, എ വെക്ടറിനെ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ലാംഡ എ എന്ന് പറഞ്ഞ വെക്ടർ നമ്മൾ ഫോം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മോഡുലസ് എന്ന് പറയുന്ന ആശയം കാണണമെങ്കിൽ നമ്മുടെ ഫോർമുല വരുന്നത് എങ്ങനെയായിരിക്കണം, മോഡുലസ് ലാംഡ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് എ. ഇവിടെ മാഗ്നിറ്റ്യൂഡ് എ 1 ആണ്, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എന്ത് വരുന്നത്, മാഗ്നിറ്റ്യൂഡ് എ എന്ന് പറയുന്നത് ഇവിടെ 1 വരുന്നത്. അടുത്ത കേസിലേക്ക് പോകുമ്പോൾ എന്താ വരിക, മാഗ്നിറ്റ്യൂഡ് 1/2 എ വരിക. 1/2 എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 1/2 തന്നെയാണെന്ന് പറഞ്ഞു, കാരണം മാഗ്നിറ്റ്യൂഡ് എ 1 ആണ്. അങ്ങനെയാണെങ്കിൽ 1 × 1/2 എന്ന് പറഞ്ഞ ലോജിക്കിലാണ് 1/2 കയറി വരിക. അതുപോലെ -1/2 എ എന്ന് പറയുന്നതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിലും 1/2 നമ്മൾ എഴുതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ലാംഡയുടെ മോഡുലസ് കാര്യം ആലോചിച്ചാൽ മതി, ഇതിപ്പോഴും 1 തന്നെയാണ്. അങ്ങനെയാണ് 1/2 എന്ന് പറഞ്ഞ ആശയം കിട്ടിയത്. അപ്പൊ അതിനെ ജനറൽ ആശയത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. മാഗ്നിറ്റ്യൂഡ് ലാംഡ എ ഈക്വൽ ടു മോഡ് ലാംഡ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് എ എന്ന് പറഞ്ഞ് നമുക്ക് കണക്ട് ചെയ്യാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ വെക്ടർ എന്താണോ അതിൻ്റെ അതേ ഡയറക്ഷനിൽ നമുക്ക് ലാംഡ എ കാണാം, അതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനും കാണാം. ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ ലാംഡയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാംഡയ്ക്ക് പോസിറ്റീവ് വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ എ വെക്ടറിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ലാംഡ എ എന്ന് പറഞ്ഞ വെക്ടർ ഉണ്ടായിരിക്കുക. എന്നാൽ ലാംഡയുടെ വാല്യൂ നെഗറ്റീവ് കയറി വരുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് പോകുന്നു. 1/2 എ പോസിറ്റീവ് ആണ്, -1/2 എ ലാംഡയുടെ വാല്യൂ നെഗറ്റീവ് ആണ്. ഈ ഒരു കാര്യം അവിടെ ഒന്ന് പ്രത്യേകം ഒന്ന് ഒബ്സർവ് ചെയ്ത് വെക്കുക. ഇനി ഇവിടെ നിന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത്, എ എന്ന് പറഞ്ഞ വെക്ടറിന്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതേ വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈ ഒരു ലോജിക്ക് കിട്ടുന്നത്, ലാംഡ എന്ന് പറയുന്ന ഒരു സ്കെയിലറാണ്, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂകൾ കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് നിലനിർത്താം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ലാംഡ എന്ന് പറയുന്നത് നിലനിർത്തുന്നത് ബൈ മാഗ്നിറ്റ്യൂഡ് എ എന്ന് പറയുന്ന ആശയമാണ്. ലാംഡ നമുക്ക് കോൺസ്റ്റന്റ് ആണ്, ഇഷ്ടമുള്ളത് എടുക്കാം, 1 മാഗ്നിറ്റ്യൂഡ് എ തന്നെ ഞാൻ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാഗ്നിറ്റ്യൂഡ് ലാംഡ എ എന്ന് പറയുന്ന ആശയം നമ്മൾ ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ലാംഡയ്ക്ക് പകരം എന്താ വരിക,
1/magnitude A ഇൻറ്റു എ. ഇതിൽ നമ്മൾ മോഡുലസ് എന്ന് പറയുന്ന കാര്യമാണെങ്കിലും മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞ കാര്യമാണെങ്കിലും നമുക്ക് കിട്ടുന്നത് ശരിക്കും എന്താണ്? പോസിറ്റീവായ ആൻസേഴ്സുകളാണ് കിട്ടുക. അപ്പോൾ അവിടെ ഓൾറെഡി നിങ്ങൾ നോക്കുക 1/magnitude എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആ സാധനം പോസിറ്റീവായിട്ടാണ് നിലനിൽക്കുന്നത് എന്നതുകൊണ്ട് വീണ്ടും അതിന് എന്താ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല? മോഡുലസ് എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ എന്തെഴുതാം? 1/magnitude A ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് A എന്ന് പറഞ്ഞെഴുതാം. ഇതിനെ മോഡുലസ് എന്ന് പറഞ്ഞ കാര്യം നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ വെക്ടർ ആയതുകൊണ്ട് അവിടെ മാഗ്നിറ്റ്യൂഡ് ആണ് വരിക. മാഗ്നിറ്റ്യൂഡേയും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 1 വരിക. അപ്പോൾ ലാംഡ എ എന്ന് പറയുന്ന ഈ ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. എപ്പോഴാണ് അത് 1 ആകുന്നത്? ഈ ഒരു കണ്ടീഷൻ എടുക്കുമ്പോൾ മാത്രമാണ്. മാഗ്നിറ്റ്യൂഡ് 1 ആണെങ്കിൽ അത്തരം വെക്ടറുകളെ നമ്മൾ യൂണിറ്റ് വെക്ടേഴ്സ് എന്നാണ് പറയുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഞാൻ തൊട്ട് മുകളിൽ പറഞ്ഞു കഴിഞ്ഞത്. നിങ്ങൾ ബോർഡിലേക്ക് നോക്കുമ്പോൾ ഈ ബോക്സിനകത്തിട്ട് കണ്ടിരിക്കുന്ന ആ കാര്യമാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്യുകയും ചെയ്തത്. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ വെക്ടർ ഈസ് ഡിനോട്ടഡ് ആൻഡ് ഗിവൺ ബൈ എ ക്യാപ്പ് ഈക്വൽ ടു എ വെക്ടർ ബൈ മാഗ്നിറ്റ്യൂഡ്. എയുടെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിനെ ഡിനോട്ട് ചെയ്യുന്നത് എ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടാണ്. എ ക്യാപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ എ വെക്ടറിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു വെക്ടറിന് മാത്രമല്ല, ഏത് വെക്ടറിൻ്റെയും അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ അതേ വെക്ടറിനെ അതിൻ്റെ തന്നെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുല കൂടിയാണത്. നമുക്ക് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസുകൾ വരാറുണ്ട്. അപ്പോൾ ആ ഫോർമുല ഒന്ന് ഓർമ്മയിൽ വെക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഐഡിയ ഒന്ന് ഓർമ്മയിൽ വെക്കുക. ഏത് വെക്ടറിൻ്റെയാണോ യൂണിറ്റ് വെക്ടർ കണ്ടെത്താനുള്ളത് ആ വെക്ടറിനെ അതിൻ്റെ തന്നെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. 10.5.1 കോമ്പണൻസ് ഓഫ് എ വെക്ടർ. ഒരു വെക്ടറിൻ്റെ കോമ്പണൻസ് എന്ന് പറയുന്ന ആശയം എങ്ങനെയാണ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പരിചയമുള്ള കാര്യം തന്നെയാണ്. IJK കോമ്പിനേഷനിൽ നമ്മൾ വെക്ടേഴ്സുകൾ എഴുതാറുണ്ട്. ആ ഒരു കാര്യം തന്നെയാണ് ഇതിൻ്റെ കോമ്പണൻറ്റ് ഫോം എന്ന് പറഞ്ഞ ആശയം പറയുകയും ചെയ്യുന്നത്. അപ്പോൾ എന്താണ് IJK എന്ന് പറയുന്ന കാര്യമാണ് ആദ്യം പറഞ്ഞു വരുന്നത്. ഓരോ ആക്സിസിൻ്റെ മുകളിലും ഉള്ള യൂണിറ്റ് വെക്ടേഴ്സുകളെയാണ് നമ്മൾ IJK എന്ന് പറഞ്ഞ ആശയം പറയുന്നത്. എല്ലാത്തിനും എന്ത് വരുന്നുണ്ട്? യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ ക്യാപ്പ് എന്ന് പറഞ്ഞ നൊട്ടേഷൻ കൂടി വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ I ക്യാപ്പ്, J ക്യാപ്പ്, K ക്യാപ്പ് എന്ന് പറയുന്നത് ഓരോ ആക്സിസിൻ്റെ മുകളിലും ഉണ്ടാകുന്ന യൂണിറ്റ് വെക്ടേഴ്സുകളാണ്. ഇത് കൃത്യമായി പറയുന്നതിന് വേണ്ടിയിട്ട് എക്സ് ആക്സിസിൻ്റെ മുകളിൽ നമ്മൾ A എന്ന് പറഞ്ഞ പോയിന്റ് കോർഡിനേറ്റ്സ് 1 0 0 0. അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് OA എന്ന് പറയുന്നത് എത്ര വരിക? ഒരു യൂണിറ്റ് വരിക. B എന്ന് പറയുന്ന പോയിന്റ് 0 1 0. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് OB എന്ന് പറയുന്നത് എത്രയാണ് വരിക? 1 ആണ് വരിക. അതുപോലെ മാഗ്നിറ്റ്യൂഡ് OC എന്ന് പറയുന്നത് 1 ആണ് വരിക. 1 എന്ന് പറയുന്നതാണ് ലെങ്ത് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് വരുന്നതെങ്കിൽ അത്തരം വെക്ടേഴ്സുകൾ യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. ഈ പോയിന്റുകളെല്ലാം പ്രത്യേകത എന്താണ്? ഓരോ ആക്സിസിൻ്റെ മുകളിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കോർഡിനേറ്റ് ആക്സിസിൻ്റെ മുകളിൽ വരുന്ന യൂണിറ്റ് വെക്ടേഴ്സുകളാണ് OA, OB, OC. ആ വെക്ടേഴ്സുകളെ നമ്മൾ ഓരോ നൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്. OA എന്ന് പറയുന്നത് I ക്യാപ്പ്, OB എന്ന് പറയുന്നത് J ക്യാപ്പ്, OC എന്ന് പറയുന്നത് K ക്യാപ്പ് എന്ന് പറയുന്ന ആശയം. ഇനി നമുക്ക് ഈ സെക്ഷനിൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ, 3 ഡയമെൻഷണൽ പ്ലെയിനിൽ ഒരു ജനറൽ പോയിന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ജനറൽ പോയിന്റിനെ നമ്മൾക്ക് IJK കോമ്പിനേഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് നമ്മളൊന്ന് ടച്ച് ചെയ്ത് പോകാൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊന്നും കാര്യമായി നിങ്ങൾക്ക് ഓർമ്മയിൽ വെക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഇത്ര ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഒരു 3 ഡയമെൻഷണൽ പ്ലെയിൻ ഉണ്ട്, അതിൽ P എന്ന് പറയുന്ന ഒരു ജനറൽ പോയിന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ്സ് X, Y, Z ആണ് നമ്മൾ എടുക്കാറുള്ളത്. ആ പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OP എന്ന് പറയുന്ന വെക്ടറാണ്. OP എന്ന് പറയുന്ന വെക്ടറിനെ XI ക്യാപ്പ് പ്ലസ് YJ ക്യാപ്പ് പ്ലസ് ZK ക്യാപ്പ് എന്ന് പറഞ്ഞ ആശയം പറയാം. ഈ ഒരു ഫോമിനെയാണ് ആ വെക്ടറിൻ്റെ കോമ്പണൻറ്റ് ഫോം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിൽ X, Y, Z എന്ന് പറയുന്നത് സ്കെയിലാർ കോമ്പണൻസ് എന്ന് പറയുന്നു. XI ക്യാപ്പ്, YJ ക്യാപ്പ്, ZK ക്യാപ്പ് എന്ന് പറയുന്നതിനെ വെക്റ്റർ കോമ്പണൻസ് എന്ന് പറഞ്ഞ ആശയം പറയുന്നു. A എന്ന് പറയുന്ന ഒരു പോയിന്റ് 2 1 2 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും? ആ വെക്ടറിനെ 2I ക്യാപ്പ് പ്ലസ് J ക്യാപ്പ് പ്ലസ് 2K ക്യാപ്പ് എന്ന് പറഞ്ഞ് എഴുതാൻ വേണ്ടി പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. തൊട്ട് മുന്നേ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഒരു ജനറൽ പോയിന്റ് PXYZ എന്ന് പറഞ്ഞ ആരും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ P എന്ന് പറയുന്നതിൻ്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് വെക്ടർ OP എന്ന് പറഞ്ഞാണ് എടുക്കുക. ഈ വെക്ടർ OP എന്ന് പറയുന്നതിനെ XI ക്യാപ്പ് പ്ലസ് YJ ക്യാപ്പ് പ്ലസ് ZK ക്യാപ്പ് എന്ന് പറയുന്ന രൂപത്തിൽ എഴുതാം. ഈ ഫോമിനെയാണ് കോമ്പണന്റ് ഫോം എന്ന് പറഞ്ഞ ആശയം പറയുന്നത്.
ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഒ പി എന്ന് പറയുന്നതാണ് മാഗ്നിറ്റ്യൂഡ് ആർ എന്ന് പറയുക. അതിനെയാണ് നമ്മൾ ആർ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുക. ഇത് മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന കാര്യം എന്തിനു തുല്യമാണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയറിന് തുല്യമാണ്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് തരുന്ന ചോദ്യം വെക്റ്റർ എന്ന് പറയുന്നത് കോമ്പണന്റ് ഫോമിലാണ് വരുന്നതെങ്കിൽ ഐ ജെ കെ കോഎഫിഷ്യന്റുകൾ സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക, അതിൻ്റെ റൂട്ട് വാല്യൂ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞ കാര്യമായി. ഐ ജെ കെ കോഎഫിഷ്യന്റ് എക്സും വൈയും സെറ്റും ആണ് വരിക. എല്ലാത്തിനെയും സ്ക്വയർ ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റൂട്ട് വാല്യൂ എടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായത് മാഗ്നിറ്റ്യൂഡ് ഒ പി എന്ന് പറഞ്ഞ ആശയമായി. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ പഠിച്ചു വെച്ചാൽ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു വെക്ടർ തന്നിട്ടുണ്ടെങ്കിൽ അത് കമ്പോണന്റ് ഫോമിലാണെങ്കിൽ അല്ലെങ്കിൽ കോമ്പോണന്റ് ഫോമിലാണ് വരുന്നതെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണമെങ്കിൽ ഐ ജെ കെ കോഎഫിഷ്യൻസ് നോക്കുക. ക്വസ്റ്റ്യൻസുകൾ തരുമ്പോൾ അതിലെല്ലാം നമ്പർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതെല്ലാം സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക, അതിൻ്റെ റൂട്ട് വാല്യൂ എടുക്കുക. അതാണ് എന്ത് വരുന്നത്? മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ആശയം കയറി വരുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് വെക്ടറുകളുണ്ട്. ആ രണ്ട് വെക്ടറുകളും കോമ്പോണന്റ് ഫോമിലാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ അവയുടെ സമ്മ് എന്ന് പറഞ്ഞ ആശയം ഡിഫൈൻ ചെയ്യാം, ഡിഫറൻസ് എന്ന് പറഞ്ഞ ആശയം ഡിഫൈൻ ചെയ്യാം, അതുപോലെ തന്നെ ഈക്വൽ ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ, അതുപോലെ ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയുള്ള കാര്യമാണ്. ബോർഡിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. എ വെക്ടർ എന്ന് പറയുന്നത് A1i ക്യാപ്പ് പ്ലസ് A2j ക്യാപ്പ് പ്ലസ് A3k ക്യാപ്പ് ആൻഡ് ബി ഈക്വൽ ടു B1i പ്ലസ് B2j പ്ലസ് B3k. ഇങ്ങനെ രണ്ട് വെക്ടറുകളും കോമ്പണന്റ് ഫോമിലാണ് തന്നിരിക്കുന്നത് എങ്കിൽ വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് A1 പ്ലസ് B1i പ്ലസ് A2 പ്ലസ് B2j പ്ലസ് A3 പ്ലസ് B3k. അതായത് കറസ്പോണ്ടിങ് ഐ കോഎഫിഷ്യൻസുകളെ ആഡ് ചെയ്യുക, അതുപോലെ തന്നെ ജെ കോഎഫിഷ്യന്റ് ആഡ് ചെയ്യുക, കെ കോഎഫിഷ്യന്റ് ആഡ് ചെയ്യുക. ഇതിങ്ങനെ ചിന്തിക്കുന്നതിന് പകരം വേറൊരു രീതിയിൽ ചിന്തിക്കാം. രണ്ട് വെക്ടറുകളിലും ഉണ്ടാകുന്ന ഐൻ്റെ ടേമുകൾ ആഡ് ചെയ്യുക, ജെയിൻ്റെ ടേമുകൾ ആഡ് ചെയ്യുക, കെയിൻ്റെ ടേമുകൾ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ അഡീഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നതൊക്കെ എന്താണ്? അതിൻ്റെ കോഎഫിഷ്യന്റുകളിലാണ് പ്രോസസ്സ് നടക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് A1 പ്ലസ് B1i പ്ലസ് A2 പ്ലസ് B2j പ്ലസ് A3 പ്ലസ് B3k. ഇപ്പോൾ അഡീഷൻ എങ്ങനെയാണോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അതേപോലെയാണ് ഡിഫറൻസ് അഥവാ സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ആശയം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഐ ജെ കെ ടേമുകൾ എന്ത് ചെയ്യുക? ഡിഫറൻസ് കണ്ടുപിടിക്കുക. വെക്ടറുകൾ ഈക്വൽ ആണ് എന്ന് പറഞ്ഞ ആശയം പറയണമെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഐൻ്റെ കോഎഫിഷ്യന്റുകൾ ഈക്വൽ ആയിരിക്കണം, ജെയിൻ്റെ കോഎഫിഷ്യന്റ് ഈക്വൽ ആയിരിക്കണം, അതുപോലെ കെയിൻ്റെ കോഎഫിഷ്യന്റും ഈക്വൽ ആയിരിക്കണം. ലാംഡ എ എന്ന് പറയുന്ന ഒരു വെക്ടർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ A1i പ്ലസ് A2j പ്ലസ് A3k ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അവിടെ ഒന്ന് ലാംഡ എ കാണണമെന്നുണ്ടെങ്കിൽ ഏതാണോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്കെയിലാർ, ആ സ്കെയിലാർ കൊണ്ട് ഓരോ ടേമിനെയും സെപ്പറേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആ ഒരു ലോജിക്കാണ് ഇവിടെ കയറി വരുന്നത്. അപ്പോൾ നമ്മൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, അതുമാതിരി തന്നെ ഈക്വൽ ആണെങ്കിലുള്ള കണ്ടീഷൻ, അതുമാതിരി സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ആശയമൊക്കെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. അടുത്ത് നമുക്ക് പറയാനുള്ളത് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടീസുകളാണ്. ഫസ്റ്റ് പറയുന്നത് കെ എ പ്ലസ് എം എ ഈക്വൽ ടു കെ പ്ലസ് എം ഇൻറ്റു എ. അതായത് വെക്ടറുകളെ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നതിന് പകരം സ്കെയിലാറുകളുടെ സം കണ്ടെത്തിയതിന് ശേഷം വെക്ടറുമായിട്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. രണ്ടാമത് പറയുന്നത് കെ ഇൻറ്റു എം എ. എം എ എന്ന് പറയുന്ന വെക്ടറിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം എ എന്ന് പറയുന്ന വെക്ടറിനെ കെ എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതുപോലെ കെ ഇൻറ്റു എ പ്ലസ് ബി, രണ്ട് വെക്ടർ ആഡ് ചെയ്ത് കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഓരോ വെക്ടറുകളെയും പ്രത്യേകം നമ്മൾ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. നമുക്കിനി ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് വളരെ പ്രധാനപ്പെട്ട 3 റിമാർക്കുകളാണ്. ഈ 3 റിമാർക്കുകൾ നമ്മൾ പ്രോബ്ലത്തിലേക്ക് അപ്ലൈ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക. ഒന്നാമത്തെ റിമാർക്ക് പറയുന്നത് എ ബി എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സുകൾ കൊളീനിയർ വെക്ടേഴ്സുകളാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദർ എക്സിസ്റ്റ് എ നോൺ സീറോ സ്കെയിലാർ ലാംഡ സച്ച് ദാറ്റ് വെക്ടർ ബി ഈക്വൽ ടു ലാംഡ എ. വെക്ടർ ബി എന്ന് പറയുന്നതിനെ ലാംഡ എ എന്ന് പറയുന്ന വെക്ടറിന്റെ ഫോമിൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ എ വെക്ടറും ബി വെക്ടറും എന്തായിരിക്കും? കൊളീനിയർ വെക്ടേഴ്സുകളായിരിക്കും. ഇവിടെ IFF എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറയുന്നതിന്റെ ഷോർട്ട് ഫോം ആണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്നാണ്. അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എയും ബിയും കൊളീനിയർ ആണ്. എയും ബിയും കൊളീനിയർ ആണെങ്കിൽ ഈ കണ്ടീഷൻ എന്തായാലും വരികയും ചെയ്യും. ഇവിടെ എയും ബിയും കമ്പോണന്റ് ഫോമിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ കോമ്പണന്റ് ഫോമിലാണ് തന്നിരിക്കുന്നതെങ്കിൽ വെക്ടർ എ ഈക്വൽ ടു A1i പ്ലസ് A2j പ്ലസ് A3k, വെക്ടർ ബി ഈക്വൽ ടു B1i പ്ലസ് B2j പ്ലസ് B3k. ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ
ആ രണ്ട് വെക്ടേഴ്സുകൾ കൊളീനിയർ ആണ് എന്നുള്ള കാര്യം തെളിയിക്കണമെങ്കിൽ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മതി. B1/A1 ചെയ്യുക, B2/A2 ചെയ്യുക, B3/A3 ചെയ്യുക, എല്ലാം ഒരേ ആൻസർ ആണ് കിട്ടുന്നത് എങ്കിൽ കൊളീനിയർ ആയിരിക്കും. വ്യത്യസ്ത ആൻസറുകളാണെങ്കിൽ കൊളീനിയർ ആയിരിക്കില്ല. അപ്പോൾ കമ്പോണന്റ് ഫോം തന്നാൽ കൊളീനിയാരിറ്റി ചെക്ക് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുക. അല്ലാതെ നമ്മൾ തരുമ്പോൾ നമ്മൾ എങ്ങനെ ആലോചിക്കേണ്ടത്, ബി വെക്ടർ എന്ന് പറയുന്നതിനെ എ വെക്ടറിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോട് ഈക്വൽ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ കൊളീനിയാരിറ്റി പറയാം, അല്ലെങ്കിൽ നമുക്ക് കൊളീനിയർ ആണെന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറ്റുകയില്ല. രണ്ടാമത്തെ റിമാർക്ക് പറയുന്നത് വെക്ടർ എ എന്ന് പറയുന്നത് A1i പ്ലസ് A2j പ്ലസ് A3k ആണെങ്കിൽ IJK കോഎഫിഷ്യന്റ് ആയ A1 A2 A3 എന്ന് പറയുന്നത് ഡയറക്ഷൻ റേഷ്യോസ് ആയിരിക്കും അതേ വെക്ടറിന്റെ തന്നെ. അപ്പോൾ ഒരു വെക്ടർ 2i മൈനസ് j പ്ലസ് 3k എന്ന് പറയുന്ന ഒരു വെക്ടർ, അതിന്റെ ഡയറക്ഷൻ റേഷ്യോ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോഎഫിഷ്യന്റ് മാത്രം ആലോചിച്ചാൽ മതി. 2 -1 3 അതാണ് എന്ത് വരുന്നത്, ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയുന്ന ആശയം കയറി വരുന്നത്. അപ്പോൾ അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ റിമാർക്ക് അറിയണം. മൂന്നാമത്തെ റിമാർക്ക് പറയുന്നത് ഒരു വെക്ടർ എന്ന് പറയുന്നതിന്റെ ഡയറക്ഷൻ റേഷ്യോ ആണെങ്കിൽ IJK കോമ്പിനേഷനിൽ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഡയറക്ഷൻ റേഷ്യോന് പകരം ഡയറക്ഷൻ കൊസൈൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അറിയുന്നതെങ്കിൽ, LM എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡയറക്ഷൻ കൊസൈൻസുകൾ ഡിനോട്ട് ചെയ്യാന്നൊക്കെ നമ്മൾ പ്രതിപാദിക്കേണ്ടായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ LI പ്ലസ് MJ പ്ലസ് NK എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോസ് ആൽഫ I പ്ലസ് കോസ് ബീറ്റ J പ്ലസ് കോസ് ഗാമ K എന്ന് പറയുന്നത് അതേ വെക്ടറിന്റെ തന്നെ ഒരു യൂണിറ്റ് വെക്ടർ ആയിരിക്കും. യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് 1 ആവണമെന്നല്ലേ. നിങ്ങൾ നോക്കുക, LI പ്ലസ് MJ പ്ലസ് NK എന്ന് പറയുന്ന ഒരു വെക്ടർ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, റൂട്ട് ഓഫ് L² പ്ലസ് M² പ്ലസ് N² ആണ്. നമ്മൾ ക്ലാസ്സിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു L² പ്ലസ് M² പ്ലസ് N²ന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ റൂട്ട് 1 വരും. റൂട്ട് 1 എന്ന് പറഞ്ഞാൽ 1 ആണ്, യൂണിറ്റ് വെക്ടർ ആണ്. അപ്പോൾ ഒരു വെക്ടറിന്റെ ഡയറക്ഷൻ കൊസൈൻസ് അറിയാമെങ്കിൽ അതിനെ IJK കോമ്പിനേഷനിലേക്ക് മാറ്റിയാൽ, അല്ലെങ്കിൽ കോമ്പണന്റ് ഫോമിലേക്ക് എഴുതിയാൽ ആ കിട്ടിയിരിക്കുന്നത് എന്തായിരിക്കും, യൂണിറ്റ് വെക്ടർ ആയിരിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. കുറേ അധികം ഡെഫിനിഷൻസുകളും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന റിമാർക്കുകളും പ്രോപ്പർട്ടീസും അതിൻ്റെ ചെറിയ പ്രൂഫുകളും ഒക്കെയാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞാൽ മാത്രം മതി. പ്രൂഫ് മാത്രം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, മറ്റുള്ളതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. പിന്നെ ഇതിൽ പ്രധാനമായും പഠിക്കേണ്ടത് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഒരു വെക്ടർ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് കാണുക എന്ന് പറഞ്ഞ ആശയം. കമ്പോണന്റ് ഫോം തന്നു കഴിഞ്ഞാൽ അഡീഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, ഡിഫറൻസ് എന്ന് പറഞ്ഞ കാര്യം എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഈക്വൽ ആണെന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഒരു സ്കെയിലാർ കൊണ്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. അത് കമ്പോണന്റ് ഫോം വരുമ്പോൾ ഉള്ള കാര്യം മാത്രമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കുറേ അധികം ഡെഫിനിഷൻസുകളും കാര്യങ്ങളും പറഞ്ഞതുകൊണ്ട് തന്നെ ചിലപ്പോൾ വീഡിയോന് കുറച്ച് ലെങ്ത് വരാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ അധികം സെക്ഷൻസുകൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ചെയ്യുവാനുള്ളത് ഈ ഇത്രയും പറഞ്ഞു കഴിഞ്ഞതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോഴേക്കും ഈ ഡെഫിനിഷനും കാര്യങ്ങളും ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.